നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആത്മീയമായ രീതിയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 1-ാം സങ്കീർത്തനം 3-ാം തിരുവചനത്തിൽ നീർച്ചാലിനരികെ നടപ്പെട്ട വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് സമൃദ്ധമായി വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തകൻ രേഖപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ആത്മാവിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. നീർച്ചാലിനരികിൽ നടപ്പെട്ട വൃക്ഷം പോലെ ആ ആത്മാവ് സമൃദ്ധമായി വളരുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള ഐക്യത്തിലേക്കാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മെ നയിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്നു. സാത്താന്റെ എല്ലാ ശക്തികളിൽ നിന്നും നാം സുരക്ഷിതരാകുന്നു. അതുമാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും വിശുദ്ധ കുർബാന വഴി നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ മനോഹരമാക്കുവാനും സ്വർഗത്തിനു വേണ്ടി ഒരുക്കുവാനും വിശുദ്ധ കുർബാന അർപ്പണം അതുകൊണ്ട് തന്നെ സാധിക്കാവുന്നത്ര വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും ശക്തിപ്പെടുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.